ഒരു ഹോട്ടലിൽ ഞാനും ശ്രീനിവാസനും ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ആ ഹോട്ടൽ ഉടമസ്ഥനോട് പരിചയപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് 2 മക്കളാണ്. അപ്പം രണ്ടാമത്തവൻ എൻ്റെ കൂടെയുണ്ട്, മൂത്തവൻ മറൈൻ എഞ്ചിനീയറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ 8 കൊല്ലമായി നാട്ടിൽ വന്നിട്ട്. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് 8 കൊല്ലമായിട്ട് ഇവൻ നാട്ടിൽ വരുന്നില്ല, കപ്പലിലല്ലേ ജോലി. അപ്പോൾ അവിടെ മാത്രം വെച്ചാൽ അന്ന് ഇവിടെ നിന്ന് പോയി ഞങ്ങൾ സംസാരിക്കുക പോയി കഴിഞ്ഞിട്ട് അവൻ കപ്പലിൽ നിന്ന് മിസ്സായതാണ്. കപ്പൽ പുറപ്പെടുമ്പോൾ അവൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇടയിൽ എവിടെയോ മിസ്സായി. അവൻ ഇതുവരെ വന്നിട്ടില്ല, നമ്മളവനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയും. അത് വല്ലാതെ വേദനിപ്പിക്കുന്നൊരു സംഗതിയാണ്. കാരണം നമുക്കറിയാം കപ്പലിൽ നിന്ന് ഒരാൾ മിസ്സായാൽ അയാൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത് ആ അച്ഛൻ വിശ്വസിക്കുന്നില്ല. ആ അച്ഛൻ ഇപ്പോഴും ഉണ്ട്, ഞാനത് കാരണം ആ പേര് പറയാത്തത്. ഇത് ഞാൻ വീട്ടിൽ വന്നിട്ട് അഖിലിനോടും അനൂപിനോടും പറഞ്ഞു, അരുണിനോടും പറഞ്ഞു. ഇത് എനിക്കതിലൊരു സിനിമയൊന്നും കണ്ടിട്ടില്ല, മനസ്സിലായില്ലേ. ഞാനതൊരു മാറ്റർ മാത്രമാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അദ്ദേഹം എപ്പോഴും ഈ മകനെ കാത്തിരിക്കുകയാണ്. അയാൾക്ക് അറിയാം പോയി എന്നുള്ളത്. പിന്നീട് പാച്ചു അത്ഭുതം കൊടുക്കുന്ന സിനിമ കണ്ടപ്പോൾ ഇതിനോട് സമാനമായൊരു സീൻ കാണാണ്. കാര്യം ഹംസധ്വനി ഒരു പാറയുടെ മുകളിൽ ഇരിക്കുമ്പോൾ ഫഹദ് ഫാസിലിനോട് പറയാണ്, എൻ്റെ അനിയൻ ഈ കടലിൽ മിസ്സായിട്ടുള്ളതാണ്, അവൻ വന്നാൽ ചിലപ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് എന്നെ ആയിരിക്കും. അപ്പോൾ എനിക്കതപ്പോൾ ആ കഥ സീനായിട്ടേ മനസ്സിലായുള്ളൂ. അടുത്ത കാലത്ത് അഖിലിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ പറഞ്ഞ് അച്ഛൻ എൻ്റെ അടുത്ത് അന്ന് അനുഭവം പറഞ്ഞതെന്നാണ് ഞാൻ ആ സീൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും ജീവിതത്തിലെ അനുഭവങ്ങൾ എനിക്ക് സിനിമയായിട്ടും എനിക്ക് ലേഖനത്തിലുള്ള വിഷയമായിട്ടും വരികയാണ്. ഇപ്പോൾ സത്യേട്ടൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു വെല്ലുവിളി നേരിടുന്നുണ്ട് അല്ലേ? വീട്ടിൽ പറയാൻ പറ്റില്ല. വീട്ടിൽ പറഞ്ഞവർ രണ്ടാൾ ഏതെങ്കിലും സിനിമയിൽ കയറ്റും. അവസാനം നമുക്കിത് അധികം അങ്ങനത്തെ ഓർമ്മകൾ പറയണ്ട. ഇല്ല അതിപ്പോൾ വീട്ടിൽ അനുഭവിക്കുന്നതാണ്. നമ്മൾ സ്ഥിരമായിട്ട് 43 കൊല്ലമായിട്ട് ആളുകൾ ചാൻസ് അന്വേഷിച്ചിട്ടും അഭിനയിക്കാനും സംവിധാനം പഠിക്കാനൊക്കെ ആയിട്ട് അന്തിക്കാട്ടേക്ക് വരും. അപ്പോൾ ഇപ്പോൾ വരുന്ന ആൾക്കാരോട് ഞാനിപ്പോൾ പടമൊന്നും പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല, പിന്നെ വരും എന്ന് പറഞ്ഞാൽ അല്ല സാറിനല്ല, ഞാൻ അഖിൽ സാറിനൊന്ന് കാണാൻ വരികയാണ്, അല്ലെങ്കിൽ അനൂപ് സാറിനെ കാണാൻ വരികയാണെന്ന് പറയുന്ന ഒരു ഭീഷണി നേരത്തെ ഉണ്ട്. അത് ഇന്നസെൻ്റ് ഏട്ടൻ പറയാറുണ്ട്, ആ സത്യൻ്റെ വീട്ടിൽ പോയാൽ 3 എണ്ണത്തിന് കിട്ടുന്നു സംവിധായകർ, ഏത് വേണമെങ്കിൽ നോക്കിയെടുക്കാതെ.